കാലിപ്പൻ മാഷിൻ്റെ ആമ്പൽപ്പൂവ്. രചന അവതരണം നന്ദു അച്ചു കൃഷ്ണ. അപ്പോൾ നമ്മുടെ കഥ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. നമ്മുടെ യദുവിനെയും ആമ്പലുവിനെയും എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്നറിയാം. അപ്പോൾ ഒപ്പം തന്നെ ഉണ്ടാവണം. പോകാം കഥയിലേക്ക്. ഒരു പാവയെപ്പോലെ തൻ്റെ ഒപ്പം നടക്കുന്നതല്ലാതെ അവൾ ചുറ്റുമൊന്നും നോക്കുന്നില്ല എന്ന് മനസ്സിലായത് ആൽമര ചുവട്ടിലെത്തിയപ്പോഴും തൻ്റെ കൈവിടാതെ പിടിച്ചു നിൽക്കുന്ന മോളെ കണ്ടപ്പോഴാണ്. അമ്പു, മോളെ. കയ്യിൽ തട്ടി സങ്കടത്തോടെയുള്ള വിളിയിൽ അവൾ പെട്ടെന്ന് തല ഉയർത്തി അദ്ദേഹത്തെ നോക്കി. ഇതാരാണെന്ന് നോക്കിയേ. മുന്നിൽ നിൽക്കുന്ന ആളെ ചൂണ്ടി പറഞ്ഞതും അവളുടെ കണ്ണ് അങ്ങോട്ട് പോയി. ഒൽപ്പം നിൽക്കുന്ന ആളെ കണ്ട് കുഞ്ഞുവിരൽ പിടിച്ചതും ഉള്ളിലുള്ള സങ്കടം അത്രയും തേങ്ങലായി പുറത്തേക്ക് വന്നുപോയി. അമലു, മോളെ. അശോകൻ എന്തെങ്കിലും ചെയ്യും മുന്നേ തന്നെ അവൻ അവളെ തോളിലൂടെ വട്ടം പിടിച്ച് നെഞ്ചിലേക്ക് ഒതുക്കി കഴിഞ്ഞിരുന്നു. മോളെ, എന്താടി? കുഞ്ഞെ കരയല്ലേ. മോളെ, ഇത് ക്ഷേത്രമാ, എല്ലാവരും നോക്കുന്നുണ്ട്. കുഞ്ഞെ, കരച്ചിൽ നിർത്തിയേ. ദേ നോക്കിയേ, അച്ഛന് സങ്കടാകുന്നുണ്ട്. നീ കരയുന്നു നിർത്തിക്കേ കുഞ്ഞെ. അമലു, മോളെ. ചായാൻ ഒരു നെഞ്ച് കിട്ടിയപ്പോൾ അതിലേക്ക് തന്റെ സങ്കടമാകെ പെയ്തിറക്കുന്നവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നറിയാതെ അവനപ്പോൾ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു. അമലു, പ്ലീസ് ഡി. അവൾക്കൊപ്പം അശോകന്റെയും കണ്ണു നിറയുന്നത് കണ്ടതും ഏതൻ വല്ലാതെ നിസ്സഹായനായി. അശോകേട്ടാ, ഇവളെ ഞാൻ കൊണ്ടുപോകുക. മോനെ, വിഷമിക്കണ്ട. പെട്ടെന്ന് ഓരോന്നൊക്കെ അറിഞ്ഞതിന്റെ ഒരു ഷോക്കാണ്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഒക്കെ നോർമലാകും. ഇവളെ പ്രതി അശോകേട്ടൻ ഇനി സങ്കടപ്പെടേണ്ട. വാൽക്കഷ്ണങ്ങൾ മൂന്നും വരുന്നുണ്ടങ്ങോട്ട്. അവിടെ പിന്നെ അമ്മയും അച്ഛനും ഉണ്ടല്ലോ. എല്ലാവരോടും ഒന്ന് സംസാരിച്ചാൽ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. പിന്നെ ഞാനില്ലേ. ഒരു കൈയാൽ അവളെ തോളിലൂടെ ചേർത്തു പിടിച്ച് മറുകൈ അദ്ദേഹത്തിന്റെ കയ്യിൽ അമർത്തി അങ്ങനെ പറയുമ്പോൾ അതൊരു വാഗ്ദാനമായിരുന്നു. എന്തു വന്നാലും അവളെ നോക്കിക്കോളാമെന്നും അവളെ കരയിക്കില്ലെന്നും. വല്ലാത്തൊരു സങ്കടത്തോടെയാണ് അശോകൻ അന്ന് യാത്ര പറഞ്ഞു പോയത്. അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് തന്നെ ഏതൻ അമലുവിനെ പൊതിഞ്ഞു പിടിച്ച് കാറിലേക്ക് കയറ്റിയിരുത്തി. ഇത്തിരി മുന്നേ പറഞ്ഞതൊക്കെ കാര്യനോടാണെന്നപോലെ അവിടെ ഒരാൾ പിന്നെയും ഏങ്ങിക്കരയുകയാണ്. ഇനിയിപ്പോ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ കാർ എടുത്തു. വീട്ടിലേക്ക് കയറി കാർ നിർത്തിയപ്പോൾ തന്നെ കണ്ടിരുന്നു തങ്ങളെയും പ്രതീക്ഷിച്ചു നിൽക്കുന്ന മാഷിനെയും ടീച്ചറമ്മയും. അമലു, വീടെത്തി. വാ, ഇറങ്ങ്. ഇപ്പുറത്തെ വശത്തോടെ ചെന്ന് വാതിൽ തുറന്നത് പറയുമ്പോൾ പെണ്ണ് അവനെ ഒന്ന് നോക്കി മെല്ലെ പുറത്തേക്കിറങ്ങി. ഒഴിയാതെ വീഴുന്ന കണ്ണുനീർ തുള്ളികൾ കണ്ട് ഏതൻ അവളെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു. വാതിലിൽ എത്തിയതും തന്റെ കയ്യിൽ നിന്ന് വിട്ട് അവൾ ടീച്ചറിന്റെ നെഞ്ചിലേക്ക് വീണ് വല്ലാതെ കരയുന്ന കണ്ടു. അത് കണ്ടു നിൽക്കാനുള്ള മനസാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവൻ അവളെ അവൾക്കരികിലേക്ക് വിട്ട് മുറിയിലേക്ക് പോയി. സമയം അല്പം കൂടി കഴിഞ്ഞതും വാൽകഷ്ണങ്ങൾ മൂന്നുപേരും എത്തി. പിന്നെ അധിക നേരമൊന്നും അവൾ കരഞ്ഞില്ല. കരയാൻ പോയിട്ട് മറ്റെന്തെങ്കിലും ഒന്ന് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കാതെ ആസിയും നൗഫിയും രമ്യയും അവളെ അതുപോലെയാണ് പൊതിഞ്ഞു പിടിച്ചത്. ലോകത്തെങ്ങും ഇല്ലാത്ത ചളി പറഞ്ഞും പരസ്പരം കളിയാക്കിയും അവരവരുടെ സ്വന്തമായിട്ടൊരു തട്ടകം തീർത്തെടുത്തു. ഇടയ്ക്ക് പുറത്തേക്ക് ചെന്ന് മൂന്ന് പേരുടെയും നടുവിൽ നിന്ന് എന്തോ കാര്യത്തിന് പൊട്ടിച്ചിരിക്കുന്നവളെയാണ് താൻ കാണുന്നത്. കുറച്ചു മുന്നേ അവളുടെ തേങ്ങലേറ്റു വാങ്ങിയ ഹൃദയത്തിന് ആ ചിരി നൽകിയ സമാധാനം ചെറുതൊന്നുമായിരുന്നില്ല. പിന്നെയും കുറെ അധികം നേരം അവർക്കൊപ്പം ഇരുന്നിട്ടാണ് അവൾ റൂമിലേക്ക് വന്നത്. ആരോ അകത്തേക്ക് കയറുന്ന കണ്ട് തലയൽപ്പം ഉയർത്തി നോക്കുമ്പോഴാണ് വാതിൽ ചാരിയിട്ട് നടന്നു വരുന്നവളെ കണ്ടത്. കട്ടിലിൽ അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് അവളെ നോക്കുമ്പോൾ പെണ്ണ് കട്ടിലിലേക്ക് കയറി തന്റെ കൈ വിഴർത്തി നെഞ്ചിലേക്ക് കിടക്കുകയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഏതൻ ഞെട്ടിപ്പോയി. ആദ്യമായാണ് അവളിൽ നിന്നും ഇങ്ങനെയൊക്കെ. കയ്യിലൊന്ന് തൊട്ടാൽ പോലും വെപ്രാളം കൊണ്ട് പിടഞ്ഞു വീഴുന്നവളാണ്. ആ അവളിൽ നിന്നാണ് ഇത്രയും ഓപ്പണായിട്ട്. നെഞ്ചിലേക്ക് മുഖം അമർത്തി വയറ്റിലൂടെ ചുറ്റിപ്പിണഞ്ഞ് കൈ പിടിച്ചിരിക്കുന്നവളെ ഒന്ന് ചേർത്ത് പിടിക്കാനെന്തോ അവന്റെ ഹൃദയം വിറച്ചു. അമലു, മോളെ. എന്തു പറ്റിയടാ? തന്റെ നെഞ്ചിൽ മൂക്കിട്ടുരസി ഒന്നുമില്ലെന്ന് പറയുമ്പോൾ ശരീരമാകെ അവൾ തീർക്കുന്ന വികാരം അവനെ ഭയപ്പെടുത്തി. അമലു. തോളിലൂടെ പെണ്ണിനെ ചേർത്ത് പിടിച്ച് വിളിക്കുമ്പോൾ അവന്റെ ശബ്ദവും വിറച്ചു. ഞാൻ ഇച്ചിരി നേരം ഇങ്ങനെ കിടന്നോട്ടെ. ഒന്നും കൂടി അവന്റെ ശരീരത്തിലേക്ക് പറ്റിച്ചേർന്ന് കെട്ടിപ്പിടിച്ച് കിടന്നവൾ അത് പറയുമ്പോൾ അവനും അവളെ അതേ രീതിയിൽ പൊതിഞ്ഞു പിടിച്ചു. ഹൃദയതാളം ആകെ മുറുകി. മൗനം അവിടെ തളം കെട്ടി. നേരം ഇത്തിരി കഴിഞ്ഞിട്ടും അവളൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ട് തന്റെ നെഞ്ചിലേക്ക് നോക്കുന്നവൻ കാണുന്നത് തന്നെ ചേർത്ത് പിടിച്ച് കിടന്നുറങ്ങുന്നവളെയാണ്. അവന് പ്രണയത്തിലും അധികം വാത്സല്യം തോന്നിയ നിമിഷം. ആ നേരം വരെ പല ചിന്തകളാൽ മനസ്സുഴറി നടന്നവന്റെ ഹൃദയവും ഒന്ന് തണുത്തു. അവളെ നോക്കി കിടന്ന് കിടന്ന് അവനും എപ്പോഴും മയങ്ങി. സാറിനെ കാണാൻ പോയിട്ടും കുറെ നേരമായി കാണാത്തവളെ തിരക്കി ചെല്ലുന്നവർ കാണുന്നത് പരസ്പരം പുണർന്നുകൊണ്ട് കിടന്നുറങ്ങുന്നവരെയാണ്. അവരെ അങ്ങനെ വിട്ട് മൂന്ന് പേരും തിരിച്ചു പോന്നു. പക്ഷെ ആ സമയം സൈലൻസിൽ കിടന്നിരുന്ന ഏതന്റെ ഫോൺ പിന്നെയും പിന്നെയും മിന്നുന്നുണ്ടായിരുന്നു.
വിയർത്ത് കുളിച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടിയെത്തുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു ഏതന്. അവൻ പെട്ടെന്ന് ഫോൺ എടുത്ത് കുറച്ചു മുന്നേ വന്ന നമ്പറിൽ ഡയൽ ചെയ്തു. ഹലോ. ആ, വന്നോ സാറേ? വന്നു, റിസപ്ഷനിലുണ്ട്. എങ്കില് രണ്ടാമത്തെ നിലയിലേക്ക് പോരെ, ഐസിയുവിന്റെ മുന്നിലുണ്ട് ഞങ്ങൾ. അവരത് പറഞ്ഞു തീർത്തും അവൻ വേഗം ലിഫ്റ്റിനടുത്തേക്ക് ഓടി. അവസാന ആളെയും എടുത്ത് അത് മുകളിലേക്ക് പോകാൻ താമസിക്കുന്നു എന്ന് കണ്ട് അതിൽ നിന്നിറങ്ങി അവൻ വേഗം സ്റ്റെപ്പ് കയറി മുകളിലേക്കെത്തി. പാഞ്ഞു പിടിച്ച് ഐസിയുവിന്റെ മുന്നിലെത്തുമ്പോൾ കണ്ടു പരിചയമുള്ള 4-5 പേരെ നോക്കി അവൻ അവർക്കടുത്തേക്ക് ചെന്നു. എന്നെ ഫോൺ വിളിച്ച അവരെ നോക്കി ചോദിച്ചതും യദു അല്ലേ ചോദിച്ചുകൊണ്ട് ഒരാൾ മുന്നിലേക്ക് വന്നു. അതെ, എന്താ പറ്റിയത്? അവൻ വെപ്രാളത്തോടെ ചോദിച്ചു. അത് പിന്നെ ബാങ്കിന്റെ മുന്നിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ആളെ മറികടന്ന് ഇപ്പുറത്തുള്ള ആളാണ് ആദ്യം മറുപടി പറഞ്ഞത്. കുഴഞ്ഞു വീഴാനോ? അവന്റെ തൊണ്ടയിടറി. ആ സാറേ, ഈ ബാങ്കിന്റെ മുന്നിലാണ് ഞങ്ങളുടെ ഓട്ടോ സ്റ്റാൻഡ്. ഓട്ടം വന്ന് വണ്ടിയെടുക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാ കാണുന്നത് ഈ സാർ അതിൽ നിന്നും ഇറങ്ങി വരുന്നതും പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നതും. ഓട്ടവും കളഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ ആൾക്ക് ഒട്ടും വയ്യായിരുന്നു. ആളുടെ പരവേശവും വെപ്രാളമൊക്കെ കണ്ടപ്പോൾ അവിടെയുള്ള ഗവൺമെന്റ് ആശുപത്രി വരെ എത്തുമെന്ന് തോന്നിയില്ല. അതാ ഇങ്ങോട്ട് കയറ്റിയത്. ഇവിടെ കൊണ്ടുവന്നപ്പോഴേ അവര് പിടിച്ച് ഐസിയുലോട്ടാണ് ആക്കിയത്. ഞങ്ങളെ കണ്ടപ്പോൾ ബന്ധുക്കളാണോന്ന് ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കളെ വേഗം വിളിച്ചു വരുത്താൻ പറഞ്ഞ് ആളുടെ ഫോണും ദാ ഈ വാച്ചും കയ്യിലേക്ക് തന്നു. ദൈവം സഹായിച്ച് ലോക്കൊന്നും അല്ലാത്തതുകൊണ്ട് അവസാനം അദ്ദേഹം വിളിച്ച നമ്പറിലേക്ക് ഞങ്ങൾ വിളിച്ചതാ. അവര് പറയുന്ന കേട്ടതും അവന് തന്റെ ശരീരമാകെ തളരും പോലെ അവൻ പിന്നിലേക്ക് ചാരി ഭിത്തിയിൽ നിന്നു. അച്ഛൻ. ഡോക്ടർമാരെയൊക്കെ അപ്പ അകത്ത് കയറിയതാ. ഇതുവരെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടില്ല. കൂട്ടത്തിൽ മൂന്നാമൻ പറഞ്ഞതും ഏതൻ നിസ്സഹായതയോടെ അയാളെ നോക്കി. മോൻ പേടിക്കണ്ട, അച്ഛനൊന്നും വരില്ല. മുന്നിൽ നിൽക്കുന്നയാളവന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞതും ഏതന്റെ കണ്ണു നിറഞ്ഞൊഴുകി. ഇന്നലെ വരെ അശോകേട്ടാന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഇന്ന് രാവിലെയാണ് ആ മുഖത്ത് നോക്കി അച്ഛനെന്ന് വിളിക്കുന്നത്. താൻ അങ്ങനെ വിളിച്ചപ്പോൾ ആ മുഖത്തെ സന്തോഷം താൻ കണ്ടതാണ്. അത് വിളിച്ച് മണിക്കൂറുകൾ കഴിയും മുന്നേ അച്ഛനാണ് ലോകം എന്ന് കരുതി ജീവിക്കുന്ന ഒരു പെണ്ണുണ്ട്. തന്റെ നെഞ്ചിന്റെ ചൂടിൽ മയങ്ങിയവളെ അതേപോലെ ഉറക്കി കിടത്തിയിട്ടാണ് ഇങ്ങോട്ട് പാഞ്ഞു വന്നത്. ആ അവളോട് താൻ നീ എന്ത് പറയും ദൈവങ്ങളെ? ആലോചിക്കും തോറും അവന്റെ ഹൃദയം കഴച്ചു. സാറേ, സാറേ. മുന്നിൽ നിൽക്കുന്നയാള് 2 തവണ തട്ടി വിളിച്ചപ്പോഴാണ് അവൻ ഞെട്ടി നോക്കുന്നത്. എന്താ? അവൻ പരതി നോക്കി. സിസ്റ്റർ വിളിക്കുന്നു. ഓട്ടോ ചേട്ടൻ പറഞ്ഞതും അവൻ വേഗം എഴുന്നേറ്റ് മുന്നിലെ സിസ്റ്റർ അടുത്തേക്ക് ചെന്നു. സിസ്റ്റർ? മകനാണല്ലേ? അതെ. ഒരു നിമിഷം പോലും കാക്കാതെ ഉത്തരം ചെന്നു. താഴെ റിസപ്ഷനിൽ ചെന്ന് പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അതുപോലെ ആളുടെ മെഡിക്കൽ ഹിസ്റ്ററി കയ്യിലുണ്ടെങ്കിൽ അതും എത്രയും വേഗം ഡോക്ടർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. ഓക്കെ, ചെയ്യാം. പക്ഷേ ഡോക്ടറെ, ആൾക്കിപ്പോ എങ്ങനെയുണ്ട്? ഒരു ഓട്ടോക്കാരനാണത് ഓടി വന്ന് ചോദിച്ചത്. അറ്റാക്കാണ്, ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. അത് കേട്ടതുമല്ല അവൻ ഞെട്ടിക്കൊണ്ട് പിന്നിലേക്ക് പോയി. സർ, മോനെ. ഓട്ടോ ചേട്ടന്മാരിൽ പ്രായമുള്ള ഒരാൾ വന്നവനെ മൊത്തത്തിൽ താങ്ങിപ്പിടിച്ചു. ഇങ്ങനെ പേടിക്കല്ലേ മോനെ, അവര് നോക്കുന്നുണ്ട്. അച്ഛന് കുഴപ്പമൊന്നും വരുത്തില്ല. എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും ഏതനാ ഒരു നിമിഷം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ബുദ്ധിയും ശരീരവും മനസ്സുമൊക്കെ ആകെ പതറി നിൽക്കുന്ന അവസ്ഥയിൽ അവൻ തളർന്ന് കസേരയിലേക്കിരുന്നു. മോനെ, നീ ഇങ്ങനെ തളർന്നാൽ പറ്റുമോ? ആ നേഴ്സ് പറഞ്ഞതൊക്കെ കേട്ടില്ലേ? വീട്ടിൽ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ മരുന്നിന്റെ പേപ്പറൊക്കെ എടുപ്പിക്ക്. അത് കിട്ടാതെ അവർക്ക് ചികിത്സയൊന്നും തുടങ്ങാൻ പറ്റില്ലായിരിക്കും. ഒപ്പം നിൽക്കുന്നവർ പറയുമ്പോഴാണ് ഏതൻ അത് ചിന്തിക്കുന്നത്. അവൻ വേഗം ഫോൺ എടുത്ത് മാഷിനെ ഡയൽ ചെയ്തു. ഒപ്പം തന്നെ വിഷ്ണുവിനെയും. മോൻ വേണം എല്ലാരെയും താങ്ങി നിർത്താൻ. ആ മോൻ തന്നെ ഇങ്ങനെ ഇരുന്നാൽ? അദ്ദേഹം പറയുന്നത് കേട്ട് അവൻ കണ്ണുകൾ തുടച്ചുകൊണ്ട് ആ മുഖത്തേക്ക് നോക്കി. ശരിയാണ്. ഈ നിമിഷം താൻ തളർന്നുപോയാൽ തന്റെ പെണ്ണൊരു പക്ഷെ ഈ അവസ്ഥ താണ്ടില്ല. അവൾക്കൊപ്പം നിൽക്കാനാണെങ്കിലും താൻ ആത്മധൈര്യം കാണിച്ചേ പറ്റൂ. ആകെ തളർന്നിരുന്നിടത്തു നിന്നും അവൻ എഴുന്നേറ്റു. അവൾക്ക് വേണ്ടി മാത്രം. നിങ്ങൾക്കൊക്കെ ഓട്ടമുള്ളതല്ലേ, പൊക്കോളൂ. ചെയ്തു തന്ന സഹായത്തിന് നന്ദി പറഞ്ഞ് കുറച്ചു കാണിക്കുന്നില്ല. എന്നാലും നിങ്ങളുടെ നല്ല മനസ്സിന് ഞങ്ങളുടെയൊക്കെ ജീവനോളം വിലയുണ്ട്. അല്പം മുന്നേ അവനെ ഉപദേശിച്ച പ്രായമായ മനുഷ്യന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവനത് പറയുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞു. അതൊന്നും സാരമില്ല മോനെ. മനുഷ്യന്മാർക്ക് ഉപകാരപ്പെട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ജീവിതം കൊണ്ടൊരു കാര്യം? ഒരിക്കൽ കൂടി അവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹവും മറ്റു രണ്ടുപേരും അവിടെ നിന്നിറങ്ങി. പോകാൻ നേരവും അകത്ത് കിടക്കുന്ന ആളുടെ വിവരം വിളിച്ചറിയിക്കണേ എന്ന് പറഞ്ഞ് നമ്പരും കൊടുത്തിട്ടാണ് അവരെല്ലാം പോയത്. താഴെ റിസപ്ഷനിലെത്തി അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്ത് അവർ പറഞ്ഞ എമൗണ്ട് അടച്ചു തിരിയുമ്പോഴാണ് ആരുടെയോ വലിയ വായിലുള്ള നിലവിളി ഏതൻ കേൾക്കുന്നത്. മറ്റുള്ളവർക്കൊപ്പം അവനും പുറത്തേക്ക് നോക്കുമ്പോഴാണ് നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി വരുന്ന മഞ്ജുവിനെ കാണുന്നത്. അലറിക്കരഞ്ഞ് ഉറക്കം നിലവിളിച്ച് കൊണ്ടുവരുന്നവരിലായിരുന്നു ആ നേരം എല്ലാവരുടെയും ശ്രദ്ധ. മഞ്ജുവിനൊപ്പം വന്ന മാഷിനും ആസിക്കുമൊന്നും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയ നിമിഷം. ആകെ വെപ്രാളത്തിൽ പരക്കം പാഞ്ഞവരുടെ നോട്ടം കണ്ടാണ് ഏതൻ ഓടി അവർക്കടുത്തേക്ക് ചെല്ലുന്നത്. എന്റെ അശോകൻ ചേട്ടന് എന്താ പറ്റിയത്?
തനിക്കടുത്തേക്ക് ഓടി വരുന്നവനെ നോക്കി അവരാ കയ്യിൽ പിടിച്ച് ചോദിച്ചു. അത് അത് പിന്നെ ആമ്പലുവിന്റെ അച്ഛന് ചെറിയൊരു വയ്യാഴിക. ഡോക്ടേഴ്സ് നോക്കുന്നുണ്ട്. അയ്യോ, എന്റെ അശോകൻ ചേട്ടൻ എന്തു പറ്റി? മഞ്ജു പിന്നെയും നിലവിളിക്കാൻ തുടങ്ങിയതും ഏതനും മാഷും ആസിയും അവരെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ പരസ്പരം നോക്കി. അപ്പോഴേക്കും ഹോസ്പിറ്റലിന്റെ അതോറിറ്റി ആണെന്ന് പറഞ്ഞ് ഒരു ലേഡി അവർക്കടുത്തേക്ക് വന്നു. സർ, മേഡത്തെ ഒന്ന് സമാധാനിപ്പിച്ച് കൂട്ടിക്കൊണ്ടു പോകുമോ? ബാക്കി പേഷ്യൻസിന് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ആ ഹോസ്പിറ്റൽ മുഴുവൻ കേൾക്കുമാറ് നെഞ്ചത്തെറിച്ചുള്ള മഞ്ജുവിന്റെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അത് ശരിക്കുള്ള സങ്കടമാണോ അതോ മറ്റാരെയെങ്കിലും കാണിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണോ എന്ന് ഒരു നിമിഷം ഏതിനു പോലും തോന്നിപ്പോയി. അമലുവിന്റെ അമ്മ കരച്ചിൽ നിർത്ത്. ഇവിടെ നിന്ന് ഇങ്ങനെ കരഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കൊക്കെ പ്രശ്നമാണ്. എന്റെ ഭർത്താവിനെ വിളിച്ച് ഞാൻ കരഞ്ഞതിന് ഏതവളുമാർക്ക് ഇപ്പൊ പ്രശ്നം? ഏതൻ പതിയാണ് പറഞ്ഞതെങ്കിലും തിരിച്ചുള്ള അവരുടെ മറുപടി കേട്ട് അവൻ ഞെട്ടി ചുറ്റും നോക്കി. മഞ്ജു, കരച്ചിൽ നിർത്തിക്കേ. ആൾക്കാരൊക്കെ നോക്കുന്നു കണ്ടില്ലേ? ഇത്തവണ ഉയർന്ന ശബ്ദം മാഷിന്റെ ആയിരുന്നു. അതിലവർ ഭയന്നു. ഉടുത്തിരുന്ന സാരിത്തുമ്പിനാൽ വാ പൊത്തി അവർ ഏതനെ നോക്കിയതും അവൻ മുന്നോട്ട് നടന്നിരുന്നു. മുന്നിൽ പോകുന്നതിന് പിന്നാലെ ചെന്നവർ ഐസു എന്ന് കണ്ടതും അവർ പിന്നെയും അലറി കരയാൻ തുടങ്ങി. എങ്ങനെയൊക്കെയോ അവരെ സമാധാനിപ്പിച്ച് അവിടെ ഒരു കസേരയിലിരുത്തി കൂട്ടിന് ആസിയെ നിർത്തി ഏതനും മാഷും കൂടി അശോകന്റെ മെഡിക്കൽ റിപ്പോർട്ടുമായി ഡോക്ടേഴ്സിന്റെ അടുത്തേക്ക് പോയി. സംഭവം അറ്റാക്കാണ്. കൃത്യസമയത്ത് കൊണ്ടുവന്നത് കൊണ്ട് മാത്രം ആളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അവരെ കണ്ടതും ഡോക്ടർ ആദ്യം പറഞ്ഞു തുടങ്ങിയത് അതാണ്. അത് കേട്ടതും ഏതൻ നെഞ്ചിൽ കൈവച്ചൊന്ന് ശ്വാസം വലിച്ചു. കൂടുതൽ ആശ്വസിക്കാനായിട്ടില്ല. ആള് ഓക്കെയാണോ എന്ന് അടുത്ത 48 മണിക്കൂറിന് ശേഷമേ കൃത്യമായി പറയാൻ കഴിയുള്ളൂ. പറഞ്ഞുകൊണ്ട് അദ്ദേഹം കയ്യിലിരിക്കുന്ന മെഡിക്കൽ ഫയൽ തുറന്ന് വിശദമായി നോക്കാൻ തുടങ്ങി. ഇതിപ്പോ നോക്കുമ്പോൾ ആളിന് മുന്നേ മുതൽ ഹാർട്ടിന് പ്രോബ്ലം ഉണ്ടെന്ന് കാണിക്കുന്നുണ്ടല്ലോ. അതിന്റെ മരുന്നും കഴിക്കുന്നുണ്ടല്ലേ? ഈയിടെയായിട്ട് മരുന്ന് കഴിക്കുന്നത് നിർത്തിയോ? ഇനി അതുകൊണ്ടാണോ പെട്ടെന്നുള്ള ഈ കാർഡിയാക് അറസ്റ്റ്? സംശയത്തോടെ ഉള്ള ആളുടെ ആ ചോദ്യത്തിൽ ഏതിൽ മാഷിന്റെ മുഖത്തേക്ക് നോക്കി. അതെന്താ, അച്ഛൻ കഴിക്കുന്ന മരുന്നൊന്നും മോൻ അറിയില്ലേ? എങ്കിലത് നിർത്തിയതും അറിഞ്ഞു കാണില്ലല്ലോ. ഡോക്ടറുടെ കണ്ണുകൾ അവന് നേരെ സംശയത്തോടെ നോക്കി. അത് ഡോക്ടർ. മാഷ് വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് അശോകന്റെയും ഏതിന്റെയും ബന്ധം പറഞ്ഞു. ഓ, അപ്പം മകനല്ല അല്ലേ? ഇപ്പൊ അല്ല, പക്ഷെ പെട്ടെന്നാവും. ഏതന് ആ ചോദ്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് അവന്റെ മുഖം വിളിച്ചു പറഞ്ഞു. മാഷ് അവനെ ശാസനയോടൊന്ന് നോക്കി. അത് കണ്ടതും അവൻ മുഖം കുനിച്ചു. അശോകന്റെ ഭാര്യ പുറത്തിരിപ്പുണ്ട്. സംഭവം അറിഞ്ഞതിന്റെ വിഷമത്തിൽ ഭയങ്കര കരച്ചിലാണ്. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നപ്പോൾ കൂട്ടാഞ്ഞത്. എന്തായാലും ഞാൻ പോയി വിളിച്ചുകൊണ്ടുവരാം. കാരണം അശോകൻ കഴിക്കുന്ന മരുന്നിന്റെ കാര്യമൊക്കെ മഞ്ജുവിനെ പറയാൻ പറ്റത്തുള്ളൂ. സമാധാനത്തോടെ പറഞ്ഞുകൊണ്ട് മാഷ് എഴുന്നേറ്റു. ഓക്കെ, സാർ വൈഫിനെ വിളിച്ചുകൊണ്ടുവാ. എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഡോക്ടർ സൗമ്യമായി പറഞ്ഞതും മാഷ് മഞ്ജുവിനെ വിളിക്കാൻ പോകാൻ എഴുന്നേറ്റു. അച്ഛൻ പോകട്ടെ, താനിവിടെ ഇരിക്ക്. അച്ഛനൊപ്പം പോകാൻ എഴുന്നേറ്റ് ഏതനെ ഡോക്ടർ പിടിച്ചിരുത്തി. ഇയാളുടെ പേരെന്താണ്? എന്ത് ചെയ്യുന്നു? പേഷ്യന്റുമായിട്ട് എങ്ങനെയാണ് റിലേഷൻ? സോറി ഡോക്ടർ, ഞാൻ പെട്ടെന്ന് കുറച്ചു മുന്നേ ഡോക്ടറോട് മുഷിഞ്ഞു സംസാരിച്ചതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട് തീർക്കാൻ എന്ന പോലെ അവൻ സോറി പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ. ഏതൻ തന്നെ പറ്റിയും തന്റെ ജോലിയെപ്പറ്റിയും ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞു. അവസാനം ആമ്പലിന്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രം അവന് ചെറിയൊരു ചമ്മലുണ്ടായിരുന്നു. ഓ, ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരന്റെ മുഖത്തെ ഭാവങ്ങൾ ഓരോന്നും നോക്കിക്കൊണ്ട് പറയുമ്പോൾ ഡോക്ടർ അറിയാതെ പുഞ്ചിരിച്ചു പോയി. ആ നേരത്താണ് മാഷു മഞ്ജുവിനെയും കൂട്ടി അകത്തേക്ക് കയറി വന്നത്. ഡോക്ടർ, ആ ഇരിക്കൂ. അശോകന്റെ വൈഫാണല്ലേ? അതെ. കരഞ്ഞു കരഞ്ഞ് അവരുടെ ശബ്ദം വല്ലാതെ താന്നുപോയിരുന്നു. മിസ്റ്റർ അശോകൻ എന്നു മുതലാണ് ഹാർട്ടിന് മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്? ഹാർട്ടിന് മരുന്ന് കഴിക്കാനോ? ഡോക്ടറുള്ള അവരുടെ തിരിച്ചു ചോദ്യം കേട്ടതും ഇത്തവണ ഞെട്ടിപ്പോയത് ഒപ്പം ഇരുന്ന രണ്ടുപേരും മാത്രമല്ല, ഡോക്ടറും കൂടിയായിരുന്നു. അപ്പോ മാഡത്തിന് അറിയില്ലായിരുന്നോ അദ്ദേഹം മരുന്ന് കഴിക്കുന്നത്? കയ്യിലിരിക്കുന്ന ഫയലിലെ ഡേറ്റിലേക്ക് അദ്ദേഹം ഒരിക്കൽ കൂടി നോക്കി. 3 വർഷം മുന്നേയുള്ള റിപ്പോർട്ടാണ്. അങ്ങനെയെങ്കിൽ അന്നു മുതൽ തന്നെ അദ്ദേഹം മെഡിസിനും കഴിക്കുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഏതാണ്ടൊക്കെ വലിച്ചു വാരി കഴിക്കുന്ന കാണാം. അതല്ലാതെ എനിക്കൊന്നും അറിയില്ല. ആദ്യം കേട്ടതിന്റെ അമ്പരപ്പ് മാറി എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു അവജ്ഞ നിറഞ്ഞു. ഏതാണ്ട് 3 വർഷത്തോളമായി നിങ്ങളുടെ ഭർത്താവ് ഹാർട്ടിന്റെ മെഡിസിൻ എടുക്കുന്നു. എന്നിട്ടും അതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലെന്ന് വെച്ചാൽ? ഡോക്ടറിന്റെ ആ ചോദ്യത്തിൽ അവർ വിളറി വെളുത്തുപോയിരുന്നു. അപ്പോൾ അടുത്ത ഭാഗവുമായി നമുക്ക് നാളെ തന്നെ കാണാം. അപ്പോൾ വായിക്കുന്ന എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകൂടെ ചെയ്യണേ. അപ്പോൾ നാളെ കാണാട്ടോ.